പഴുത്ത ചക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു ചക്ക തയ്യാറാക്കിയാലോ. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ആർക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കിയാലോ. അടികട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ആ ഒരു പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഈ ഒരു കളറായി വരുന്ന സമയം വരെ മാത്രം നമ്മളിത് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു കളറിന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കട്ടയായി വരും. അത് കുഴപ്പമില്ല, കാര്യമല്ല. അതൊന്ന് അലിഞ്ഞിട്ട് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നോളും. ഇനിയിപ്പോൾ നമ്മളൊരു കപ്പ് പഞ്ചസാര ഗ്രാമ്പൂവും ചേർത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് മൈദയും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് നമ്മളൊരു അരിപ്പയിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. 2 മുട്ട മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പും കൂടി തണിഞ്ഞതിന് ശേഷം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് പഴുത്ത ചക്കേൻ്റെ ചോളം എത്രത്തോളം വേണോ അതും കൂടി നമ്മൾ നേരത്തെ പഞ്ചസാര അടിച്ചെടുത്ത ആ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മൈദപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടേൻ്റെ ആ മിക്സിലേക്ക് മൈദപ്പൊടി കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയായിട്ട് മിക്സ് ചെയ്യുന്നത് അണ്ടിപ്പരിപ്പ് ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി കേക്ക് തയ്യാറാക്കുന്നത് ഇതുപോലുള്ളൊരു പാത്രത്തിലാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മേലെയും കൂടി ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഓവനിലല്ല തയ്യാറാക്കുന്നത്, ഇതുപോലുള്ള അലുമിനിയം പാത്രത്തിലാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45-50 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഓരോ പാത്രത്തിൻ്റെ അതുപോലെ ഫ്ലെയിമിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. എനിക്കിത് കറക്റ്റ് 45-50 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മൂടി കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തണിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ആവി വെള്ളം ഉറ്റുമില്ല. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് കേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പിറ്റേന്നൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്, അതുപോലെ സോഫ്റ്റ് ആയിട്ടും കിട്ടുന്നത്. അപ്പോൾ ഞാനിത് പിറ്റേന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു കളറായി വരികയും ചെയ്യും. മധുരമൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ലൊരു കറക്റ്റ് പാകമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ചക്ക വെച്ചിട്ട് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.